ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ അടുത്താഴ്ചത്തെ പ്രമോവിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ വരാനിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ശങ്കറിനും ഗൗരിയും കൂടി ഒന്നിക്കുന്ന ആ വിശേഷം, അപ്പോൾ എല്ലാ പിണക്കങ്ങളും മാറാനായിട്ട് അതൊരു നിമിത്തമാകുകയാണ്. അപ്പോൾ പുതിയൊരു വീട്ടിൽ പുതിയൊരു അന്തരീക്ഷത്തിൽ ഒക്കെ അവർ ജീവിതം ഒന്നേന്ന് കെട്ടിപ്പടുത്ത് ശങ്കറും ഗൗരിയും കൂടി ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി വിശേഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിയും കൂട്ടിക്കൊണ്ട് ശങ്കർ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം മഹാദേവന് ഭയങ്കര സന്തോഷമായി. ഗൗരിയെ കൈയൊക്കെ കെട്ടിയാണല്ലോ ശങ്കർ കൊണ്ടുവന്നത്. ഇപ്പം നിനക്ക് മനസ്സിലായോ മോളെ, മരുമോളെ, നിനക്ക് മനസ്സിലായോ? അതെ, പുരുഷൻ്റെ കാലിലെ ചെരിപ്പാടി ഓരോ സ്ത്രീയും അങ്ങനെ വേണം കരുതാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ ആക്ഷേപത്തിലാണ്, സ്ത്രീകളെ വളരെ തരം താഴ്ത്തിയ സംസാരമാണ് സംസാരിക്കുന്നത് ഈ മഹാദേവൻ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഗൗരി മിണ്ടാതെ നിൽക്കുകയാണ്. നീ ഒരക്ഷരം മിണ്ടിയേക്കരുത് എന്ന് ശങ്കർ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഗൗരി മിണ്ടാതെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൗരി ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നു. ശങ്കറും ഇതെല്ലാം കേൾക്കുകയാണ് ഇങ്ങനെ. അതുകൊണ്ട് പിന്നെ നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾ വന്ന് ക്ഷണിച്ചാലേ നീ വരുവുള്ളൂ എന്നോ? അപ്പം നീയല്ലേ പറഞ്ഞത് ഇനി ചാരങ്ങാട്ട് വീടിൻ്റെ പടി ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലേ നീ പോയത്? പിന്നെ എന്ത് പറ്റി? അപ്പോഴും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി ഓരോ കാര്യങ്ങളിങ്ങനെ കുത്തി കുത്തി സംസാരിക്കുകയാണ് ഗൗരിയോട്. അപ്പോൾ ഇത് കുറേ നേരം ശങ്കർ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കറിന് ആകെ ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ ഗൗരിയെ വിളിച്ചുകൊണ്ട് വന്ന സാഹചര്യമൊക്കെ നമ്മുടെ ശങ്കറിനറിയാം. അപ്പോൾ ഗൗരി വരാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. താൻ ബലമായിട്ട് തന്നെയാണ് പിടിച്ചുകൊണ്ട് വന്നത്. മാപ്പ് പറയാമെന്നൊന്നും ഗൗരി പറഞ്ഞിട്ടേയില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് ശങ്കർ ഇങ്ങനെ പറഞ്ഞിട്ട്, അച്ഛൻ എന്തായി പറയണത് എന്ന് ചോദിച്ചു. മതി അച്ഛാ, ഇനിയും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ഗൗരി ഇതിനു വേണ്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനല്ലേ തെറ്റ് ചെയ്തത്, പിന്നെ എന്തിനാ അച്ഛൻ ഗൗരിയെ കുറ്റം പറയണത് എന്ന് ചോദിച്ചു. മോനെ ശങ്കര, നീ എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. അത് തന്നെയാണ് നിനക്ക് പറഞ്ഞിട്ടുള്ള പണി. ഞാൻ സപ്പോർട്ട് ചെയ്തെന്നൊന്നും അല്ല, സത്യം അതാണ്. ഞാൻ നിർബന്ധിച്ചിട്ടാ. ഗൗരി ഒരിക്കലും ഇതിന് കൂട്ട് നിൽക്കുകയായിരുന്നില്ല. എൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് ഗൗരി അതിനെ സമ്മതിച്ചത്. പക്ഷേ ഗൗരി ഒരിക്കൽ പോലും ഈ കാര്യം അംഗീകരിച്ച് തന്നിട്ടും സമ്മതിച്ച് തന്നിട്ടും ഇല്ല. ശ്രദ്ധിച്ചായിരുന്നോ? ഒരിക്കലും അവൾ അവളുടെ നാവ് കൊണ്ട് അത് പറഞ്ഞതേയില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. മോനെ ശങ്കര, ന്യായീകരിച്ചത് മതി എന്നൊക്കെ പറഞ്ഞ് മഹാദേവൻ വളരെ ആക്ഷേപത്തോടെ പിന്നെയും എന്താ പറയുക, താഴ്ത്തിക്കെട്ടിയ പോലെ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം മതി, ഇനിയിപ്പം ഗൗരി ഇനി ഇവിടെ നിർത്തി ആരും സംസാരിക്കണ്ട, ഇത്രത്തോളം മതി എന്ന് പറഞ്ഞ് ശങ്കർ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മഹാദേവൻ കൈ വിലങ്ങനെ ഇങ്ങനെ വച്ചു കേട്ടോ. അവിടെ നിൽക്കുക. ഞാൻ ഒരു കാര്യം ശങ്കറിനോട് ആദ്യമേ പറഞ്ഞിരുന്നു, ഇവള് മാപ്പ് പറഞ്ഞിട്ട് മാത്രം അകത്ത് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരി ഒന്നും മിണ്ടിയില്ല, മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ്. അച്ഛനോടല്ലേ ഞാൻ പറഞ്ഞത് അവൾ മാപ്പ് പറഞ്ഞിട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല, അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തവരാണ് മാപ്പ് പറയേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴും മഹാദേവൻ പറഞ്ഞു, ഇല്ല, അത് സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നീ ഇവളെയും കൂട്ടി പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഓ, അച്ഛൻ്റെ തീരുമാനം അങ്ങനെയാണോ? എന്നാൽ പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഇവിടെ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മകനായിട്ട് ജീവിക്കാമെന്നൊന്നും ഞാൻ ദൃഢപ്രതിജ്ഞയൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി എനിക്കറിയാം. നീ എന്ത് ചെയ്യുമെന്നാടാ ശങ്കര? ഇന്ന് വരെ നീ ഒരു എന്താ പറയുക, ഒരു തുരുമ്പെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ? നിൻ്റേതെന്ന് പറയാൻ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. അച്ഛൻ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ പറയണം? ഞാൻ സമ്പാദിച്ചത്, ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ ഇവിടെയുള്ളൂ. എന്താ, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്നല്ലേ നീ കഴിച്ചുകൊണ്ടിരുന്നത്? പിന്നെ നിൻ്റെ ചിലവുകൾക്കുള്ള പൈസ ആരാ തന്നുകൊണ്ടിരുന്നത്? ഇനി നീ സ്വന്തമായിട്ട് ജീവിച്ചൊന്ന് പഠിച്ച് കാണിക്കുക, അച്ഛൻ വിജയിച്ച് കാണിക്കുക, എന്നിട്ട് അച്ഛൻ സമ്മതിച്ച് തരാം. നീ ഭയങ്കര വീരനാണ്, നീ പറയുന്ന ഈ ഭയങ്കര ശങ്കർബായി ആണ് എന്നൊക്കെ ഞാൻ സമ്മതിച്ച് തരാം എന്നൊരു വെല്ലുവിളി തന്നെ മഹാദേവൻ നടത്തി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശങ്കറുടെ രക്താകെ തളച്ചു. അപ്പോൾ ശങ്കർ എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗൗരി വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ കൈ പിടിച്ച് പടിയിറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഗൗരിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി കേട്ടോ. അപ്പം നേരെ രാധ കയറി ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഫ്രണ്ട് കയറി നിന്നിട്ട്, മോനെ നീ എന്ത് പണിയാണ് കാണിക്കുന്നത്? നീ അല്ലടാ പുറത്തു പോകേണ്ടത് മറ്റു ചിലരാ എന്ന് പറഞ്ഞു. അമ്മയുടെ ഈ ചപ്പടാച്ച ഡയലോഗും കൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അമ്മയായി ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിനിന് എനിക്ക് നന്നായി അറിയാം. അമ്മ ഉപദേശിച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാഞ്ഞിട്ടൊന്നുമല്ല. കണ്ടോ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നീ എപ്പോഴും ഞങ്ങളല്ലേ കുറ്റം പറയണത് എന്ന് ചോദിച്ചു. കുറ്റം പറയണതല്ല, അമ്മയുടെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക. ആരാ കുറ്റം ചെയ്തത്, ആരാ കുറ്റം ചെയ്യാത്തത്? അമ്മ തന്നെയല്ലേ ഇതിനെല്ലാം വഴിതിരിച്ച് വെച്ചത്? ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു ശങ്കർ.
അപ്പം രാധ മിണ്ടാൻ നിൽക്കുകയാണ്. എടാ, ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? അതെ, ഞാൻ പറഞ്ഞതാണ് സത്യം. നീ അല്ല പോകേണ്ടത്. അതെ, പോകേണ്ടവർ പോയിക്കോളും. എടാ, നീ ഇതിൻ്റെ പേരിൽ പടി ഇറങ്ങി പോവരുത് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, വേണ്ട, ഗൗരീനെ ഇവിടെ കയറ്റില്ല. ഗൗരി ചെയ്യാത്ത തെറ്റിന് വേണ്ടി മാപ്പ് പറയണം എന്നല്ലേ പറയണത്? എല്ലാവരുടെയും മുൻപിൽ ഞങ്ങൾ എല്ലാവരും കുറ്റക്കാർ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും തെറ്റുകാരാണ്, ഒരുപോലെ തെറ്റുകാരാണ്. അപ്പം ഗൗരിക്ക് മാത്രം ഒരു നിയമം, എനിക്കൊരു നിയമം, അങ്ങനെ ഒരു നിയമം ആവശ്യമില്ലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ വേഗം തന്നെ ഗൗരിയുടെ കയ്യും പിടിച്ച് പടിയിറങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും രാധയ്ക്കാകെ വിഷമമൊക്കെ ആയിട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാളുണ്ട്, നമ്മുടെ ശേഖരൻ. കൊള്ളാം, എനിക്ക് ഏറ്റു. എന്താണെങ്കിലും ഇവള് വന്നാൽ എൻ്റെ പ്ലാനൊന്നും നടക്കില്ല. അപ്പോൾ കമലിലെടുത്ത് ഒരു വിടച്ചിലും ഗൗരി വന്നാൽ നടക്കില്ല. അപ്പോൾ ശേഖരൻ്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റും. അതോർത്തിട്ട് ശേഖരൻ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണെങ്കിലും അത് നടക്കില്ലല്ലോ, ഭാഗ്യം. ഇനിയിപ്പം അവൾ ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഇനി അത് പോരാഞ്ഞിട്ട് അവനും പോയി. ശങ്കറൂടെ പോയാൽ പിന്നെ പറയുകയും വേണ്ട. ശങ്കർ വിച്ചിട്ട് ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണല്ലോ. അപ്പം അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും ശേഖരനും നമ്മുടെ രാധയ്ക്കും ഒക്കെ ഭയങ്കര. രാധയ്ക്ക് പക്ഷേ ശങ്കർ പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൾ വരണ്ട, അവളെ പുറത്താക്കാം എന്നാണ് വിചാരിച്ചത്. എന്നിട്ട് രണ്ടുപേരെയും രണ്ടാക്കാം എന്നാണ് രാധ വിചാരിച്ചത്. പക്ഷേ രാധയുടെ കണക്കൂടലെല്ലാം തെറ്റി. ഈ ഗൗരിയെ വിളിച്ചുകൊണ്ട് നേരെ ശങ്കർ ഒരു എന്താ പറയുക, ഒരു പുഴയൊക്കെ കടന്ന് ഒരു വഞ്ചിയിലൊക്കെ കയറി അങ്ങ് പോവാണ്. നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകണത് എന്ന് ഗൗരി ഇങ്ങനെ ചോദിച്ചു. നിന്നെ എന്താണെങ്കിലും കൊല്ലാനല്ല, ഞാനില്ലേ കൂടെ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ചു. നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എവിടെയാണെങ്കിലും നിനക്ക് ജീവിച്ചാൽ പോരെ, പിന്നെന്താ, ഇനിയിപ്പം മണിമാളികയെ തന്നെ ജീവിക്കുള്ളൂ എന്ന് വല്ല നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഒന്നും മിണ്ടിയില്ല ഗൗരി. കയറുന്നുണ്ടോ അതോ ഇവിടെ നിൽക്കാനാണോ പ്ലാൻ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഗൗരി വേഗം വഞ്ചിയിലേക്ക് കയറി. എന്നിട്ട് ഇവരൊരു കൊച്ചു വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. നല്ല എന്താ പറയുക, നല്ല മനോഹരിതമായ പുഴയും അതുപോലെ അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു വീട്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഗൗരി ചോദിച്ചു, എന്താ നമ്മളിവിടെ? നമ്മളിനി ഇവിടെയാണ് താമസിക്കാൻ പോണത്. ഇവിടെയോ? എന്താ മഹാറാണിക്ക് ഇഷ്ടപ്പെട്ടില്ലയാവോ എന്ന് ചോദിച്ചു. അത് പിന്നെ അല്ല, നമ്മളെന്തിനാ ഇവിടെ താമസിക്കുന്നത് എന്ന് ചോദിച്ചു. ഇവിടെയാണ് നമ്മളിന്ന് താമസിക്കുന്നത്. നിനക്കിഷ്ടമില്ലെങ്കിൽ നീ പോയിക്കോ. പക്ഷേങ്കിൽ ഒരു കാര്യം, നീ എവിടേക്ക് പോയാലും ഞാൻ അവിടെ ഉണ്ടാവും. നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട സ്വസ്ഥമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഗൗരി എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ ഇങ്ങനെ കുറച്ച് നേരം ഗൗരി കേട്ടു. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ പിന്നെ നമ്മൾ വേണിനെ കാണുന്നു കേട്ടോ. അപ്പോൾ വേണി കുറേ നേരം ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് മത്താപ്പ എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ, ഇത്രയും ദിവസമായിട്ട് എന്നെ വേണ്ടാന്ന് വെച്ചോ, എന്നെ മറന്നോ? അപ്പോൾ വേഗം തന്നെ എന്താ പറയുക, ഫോൺ എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അപ്പോൾ നന്ദിനിയമ്മയുടെയും ബാക്കിയുള്ളവരുടെയും വിശേഷമൊക്കെ അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അവർ പേടിച്ചിട്ടായിരിക്കും വിളിക്കാത്തത് എന്നൊക്കെ ഓർത്ത വേണി അങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ ആദർശ ഫോൺ എടുത്തത്. ഹലോ മത്താപ്പേ, നിങ്ങളെന്താ എന്നെ മറന്നോ? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അധിക ദിവസമൊന്നും ഞാൻ അവിടെ നിൽക്കില്ല, നിങ്ങൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്ന്. എന്നിട്ട് നിങ്ങളെന്താ എന്നെ വേണ്ടാന്ന് വെച്ചോ? ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചോ? വേണി, നീ എന്താ ഈ പറയണത് എന്ന് ചോദിച്ചു. നിന്നെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? നീ അങ്ങനെയാണോ വിചാരിച്ച് വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അതല്ല, നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. നീ അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു, അറിയാലോ. എനിക്ക് അധിക ദിവസമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. എത്രയും വേഗം വന്ന് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു. നീ വിഷമിക്കണ്ട, എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് ആദർശ് പതുക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു കേട്ടോ. അപ്പം നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം ഞാൻ പറയണ്ടല്ലോ, ഞാനായിട്ടല്ലല്ലോ നിന്നെ ഇറക്കി വിട്ടത്, അച്ഛനായിട്ടല്ലേ. ഇനിയിപ്പോൾ ഞാൻ വന്നാൽ ഇനി അവിടെ അതൊരു പ്രശ്നമാകും എന്ന് ഓർത്തിട്ടാണ് ഞാൻ വരാത്തത് എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ശങ്കർ ഗൗരിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയോ എന്ന് അറിയാനും ഒരു വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേണിയുടെ വിളി വരുന്നത്. അപ്പം വേണി ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. അല്ല, ശങ്കർ അവിടെ എത്തിയോ? ഗൗരിയും കൂട്ടിക്കൊണ്ട് എന്ത് പറഞ്ഞോ? അച്ഛൻ അവരെ കയറ്റിയോ? എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിച്ചു. അപ്പോൾ ആദർശ് ചോദിച്ചപ്പോഴത്തേനും നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അല്ല, അപ്പോൾ ഗൗരിയും കൂട്ടിക്കൊണ്ട് ശങ്കർ എങ്ങോട്ടേക്കാണ് പോയത്? അറിയില്ല, എനിക്കറിയില്ല. എന്താണെങ്കിലും ഏട്ടൻ്റെ ഒപ്പം ഉണ്ടാവും, പേടിക്കുമൊന്നും വേണ്ട. നിങ്ങളുടെ പെങ്ങളുടെ കാര്യം മാത്രമല്ലേ നിങ്ങൾക്ക് ചിന്തയുള്ളൂ, എന്നെപ്പറ്റി ഒരു ചിന്തയില്ലല്ലോ. വേണി, നീ അങ്ങനെ പറയരുത്. നിൻ്റെ ഏട്ടൻ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നതെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു. എൻ്റെ ഏട്ടൻ പാവാ, ഗൗരി എന്ന് പറഞ്ഞ ജീവനാ, ഗൗരി ഇല്ലാതെ ഏട്ടന് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങളൊക്കെ ഞാനില്ലെങ്കിലും ഒരു പ്രശ്നവും, നിങ്ങൾ എന്നെക്കുറിച്ച് ഓർക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് വേണി ഇങ്ങനെ പരിഭവം പരാതിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയാണ്. അപ്പോൾ ധ്രുവൻ വീണ്ടും നമ്മുടെ പ്രൊഫസറുടെ ജീവിതത്തിലേക്ക് കയറി വരികയാണ്. അപ്പോൾ പ്രൊഫസറുടെ പുറകെ തന്നെ നടക്കുകയാണ്. എന്തായി പ്രൊഫസറെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചു.
അതെ, ഇനിയിപ്പം ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? എത്രയും വേഗം തന്നെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവൂട്ടോ. മോളുടെ ജീവിതം വെച്ചാ കളിക്കുന്നത്. ധ്രുവ, നീ എന്തിനാ എൻ്റെ പുറകെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് എന്ന് ചോദിച്ചോ. നിങ്ങളല്ല തെറ്റ് ചെയ്തത്, നിങ്ങളുടെ മകളാ തെറ്റ് ചെയ്തത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു ശിവാനിയെ. പക്ഷേ അത് അവൾ കാരണം, നിങ്ങളുടെ മോൾ കാരണമാണ് എൻ്റെ ജീവിതം ഇല്ലാതായത്. ശങ്കർബായോടൊപ്പം അവൾ സുഖമായിട്ട് ജീവിക്കാമെന്ന് ഒരിക്കലും കരുതണ്ട. ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇതൊക്കെ അവൻ കണ്ടാലുള്ള സ്ഥിതി എന്താണെന്നറിയോ? നീ എന്താ വിചാരിച്ചത്? ശങ്കർ ഇതൊന്നും കണ്ടാലോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആണോ? എന്നാൽ ഞാൻ തെളിവ് സഹിതം കൊടുക്കും. അപ്പോൾ പിന്നെ നിങ്ങളുടെ മോളുടെ ജീവിതം എന്താകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ധ്രുവ, നിന്റെ കാല് ഞാൻ പിടിക്കാം, വെറുതെ വിട് ഞങ്ങളെ എന്ന് പറഞ്ഞു. അയ്യോ പ്രൊഫസറെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചോരങ്ങാട്ടെ എന്തുവായി നിങ്ങൾക്ക് വെറും 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് സിമ്പിളായ കാര്യമല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയധികം വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴും ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിനി 3-4 ദിവസം കൂടി സമയം തരും. അതിനുള്ളിൽ എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റൂ. ശങ്കറും ഗൗരിയും കൂടി അതേ വീട്ടിലേക്ക് വീട്ടിൽ കയറിയിട്ട് ഗൗരി ഇങ്ങനെ നോക്കുക. അപ്പോൾ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടൊക്കെ വേണമല്ലോ കിടക്കാനൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ള സൗകര്യത്തിൽ കിടക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു കട്ടിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൗരി ഇവിടെ കിടന്നോന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ താഴെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഗൗരി അവിടെ കിടക്കുകയാണ്. അപ്പം അവിടെ നിന്നുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അവർ ഒരു കുഞ്ഞൊരു ജീവിതം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ആരും ഒന്നിനും തടസ്സമില്ലാതെ പരസ്പരം മനസ്സിലാക്കി തുടങ്ങുകയാണ്. ഗൗരിക്ക് ശങ്കരൻ ആരാണെന്നും ശങ്കരന് ഗൗരി ആരാണെന്നും പതിയെ അവരുടെ ജീവിതം എന്താണെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി അവർ അങ്ങനെ നല്ല കുടുംബജീവിതത്തിലേക്ക് കടക്കുകയും അങ്ങനെ നല്ല അടിപൊളി പ്രണയത്തിലേക്കാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ആദർശ് ഇങ്ങനെ ധ്രുവനെ തപ്പി നടക്കുമായിരുന്നു. ഇവൻ കാരണമാണല്ലോ എല്ലാ ജീവിതത്തിലും എല്ലാവരുടെയും ജീവിതത്തിൻ്റെ നിറം മൊത്തം നഷ്ടപ്പെട്ടത്. അവനെ ഒന്ന് കാണണം എന്ന് കരുതി. അപ്പോൾ ധ്രുവൻ ഇങ്ങനെ ചെന്ന് കറക്റ്റ് വന്ന് ആദർശിൻ്റെ ഫ്രണ്ടിലേക്ക് പെട്ടു. അപ്പോൾ ആദർശിൻ്റെ ഫ്രണ്ട്, ആഹാ ഇതാരിത്? ആദർശലീനോ? എന്താളിയാ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. സുഖമൊക്കെ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേനും സുഖമൊക്കെ തന്നെയാണ്, നിന്നെ ഒന്ന് കാണാൻ തന്നെ ഞാൻ ഇരിക്കായിരുന്നു. നിന്നെ അന്വേഷിച്ച എന്നെയോ? എന്തിനാണാവോ എന്ന് ചോദിച്ചു. അല്ല, നീ എന്തൊക്കെയോ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, അതൊക്കെ സത്യമാണോ? ഞാൻ ചെയ്ത എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരുന്നു അതൊക്കെ. ആ കല്യാണം ഒഴിവാക്കി നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാനതൊക്കെ. പക്ഷേങ്കിൽ അതെന്ത് ചെയ്യാനാ, നിങ്ങളുടെ പെങ്ങളുടെ ദുർവിധി, അല്ലാതെ എന്ത് പറയാനാ? അയാളെപ്പോലൊരു ഗുണ്ടയെ കെട്ടേണ്ടി വന്നില്ലേ? പിന്നെ ഞാനൊരു ഡിമാൻഡ് പറഞ്ഞിരുന്നു, അല്ലെങ്കിലുണ്ടല്ലോ ആകെ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ആദർശ് കാരണം പുകച്ച് ഒരെണ്ണം അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ആദർശ് ബോക്സിങ് ചാമ്പ്യനാണെന്നുള്ള കാര്യം നമ്മുടെ ധ്രുവൻ അറിയില്ലല്ലോ. എടുത്തിട്ട് ചാമ്പ്യൻ നല്ല പൂരം. അപ്പോൾ അളിയനോടെ ചേർന്ന് നല്ല പൂരപ്പാട്ട് പോലെ തന്നെ നമ്മുടെ ധ്രുവന് കിട്ടി. അപ്പോൾ ധ്രുവൻ്റെ ഫോണൊക്കെ വാങ്ങി എറിഞ്ഞങ്ങ് പൊട്ടിച്ചു. അപ്പോൾ ശരിയായില്ലേ, ഇനി അവൻ എവിടെ ഫോട്ടോ കാണിച്ച് എന്ത് കാണിച്ചിട്ടാണ് ഭീഷണിപ്പെടുത്താൻ പോണത് എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.